ഞാനിന്ന് കപ്പ ചെണ്ടം പുഴുകാനുള്ള തീരുമാനത്തിലാണ്. ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഞാൻ നട്ട കപ്പയാണ്. ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ്. നല്ല പണിയായിരുന്നു പറിക്കാൻ. കണ്ടോ, നല്ല നീളമുള്ള കപ്പ, അത്രയും നീളം ഉണ്ടായിരുന്നു. കളിച്ച് ഞാൻ മടുത്ത് പറിച്ചു കൊണ്ടുവന്നതാണ്. ഇനി ഞാനിതിനെ വേവിച്ച് പുഴുക്കാക്കി തിന്നാൻ പോവാണ്. ഇതിന് 2 ഉടുപ്പുണ്ട്, 2 കുപ്പായുണ്ട്. ഇത് രണ്ടും പൊളിച്ചിട്ട് ഇങ്ങനെ തൊണ്ട് പൊളിച്ചിട്ട് ഇതാണ് 2 ഉടുപ്പ്. കണ്ടോ, 2 ഉടുപ്പുണ്ട്. 2ഉം പൊളിച്ചിട്ട് ഞാനിപ്പോൾ വേവിക്കും. കപ്പ തിന്നിടാനൊരു സൂത്രമോതിയിടാം, 2 തൊണ്ടും പൊളിച്ചിട്ട് തൊണ്ടം മുറിച്ചിട്ട് ഉപ്പ് കൂടാതെ മുളക് പൊട്ടിച്ചിട്ട് ഉപ്പ് വീട്ടിൽ ചാലിച്ചിട്ട് ഒപ്പി തിന്നണം. അപ്പം ഞാനിത് പൊളിച്ചിട്ട് വേവിച്ചിട്ട് മുളക് പൊട്ടിച്ചിട്ട് ഒപ്പി തിന്നെ എല്ലാവർക്കും തരാം കേട്ടോ. പൊളിക്കുന്നത് ഉണ്ടോ? പൊളിക്കുന്നത് ഇങ്ങനെ തൊണ്ട് പൊളിച്ചെടുക്കണം. 2 തൊലിയുണ്ട് ഇതിന്. അപ്പം 2 തൊണ്ടും ഇങ്ങനെ പൊളിച്ച് കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കണം. അപ്പം നല്ല പെട്ടെന്ന് വേവും. നല്ല കപ്പയാണ്, തിന്നാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി തൊലി. നല്ല സുഖമാണ് തൊലി പൊളിക്കാനായിട്ട്. നല്ല ഉടുപ്പ് കൂറിനെ കൂട്ടുണ്ട്. നല്ല ഈ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പം നല്ല പെട്ടെന്ന് പൊളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കപ്പേനെ നമ്മൾ 2 തൊണ്ടും പൊളിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇനി തൊണ്ടം മുറിക്കട്ടെ. തൊണ്ടം മുറിച്ച് നമുക്കിതിനെ വേവിച്ച് നമുക്ക് വൈകുന്നേരം ഭക്ഷണമാക്കണം. ഇങ്ങനെയാണ് തൊണ്ടം മുറിക്കണേ. ഇങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവന്നാണേ. കേടുണ്ടല്ലോ, പോട്ടെ. മുറിച്ച് വലുതിനേക്ക് നടുവേന്ന് മുറിച്ചിട്ട് വേകാൻ എളുപ്പമുണ്ട്. അപ്പം നമ്മൾ കപ്പ നോക്കട്ടെ. കപ്പ നല്ല റെഡിയായിട്ടുണ്ട്. ചെണ്ടൻ കപ്പ നമുക്ക് പുഴുകി. അപ്പം ഞാനതിന് ഉപ്പ് കൂടാതെ മുളക് പൊടിച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ് ഒഴിച്ചിട്ട് ചാടിച്ചിട്ട് നമുക്കത് ഒപ്പി തിന്നണം. മുളക് പൊട്ടിച്ചിട്ടുണ്ട്. അത് കൂട്ടി ഒപ്പി എല്ലാവരും കഴിക്കുക. നല്ല കപ്പ ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ട് എനിക്ക് ലൈക്ക് അടിക്കണം. അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ.